ഇന്ന് നമ്മുടെ എവിക്ഷനാണ് അല്ലേ? അപ്പം ഇന്ന് ഒരാളാണോ അതോ 3 പേരാണോ ഔട്ടാകുന്നതെന്ന് അറിയില്ല. അപ്പം നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ആദ്യം തന്നെ അക്ബറിനെ സേഫാക്കി അവിടെ ഇരുത്തുകയാണ്. അതിനുശേഷം അനീഷേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അനീഷ് നിൽക്കണോ പോണോ? അപ്പോൾ അനീഷേട്ടൻ പറയാണ് എനിക്കിവിടെ ഇരുന്നാൽ മതി. പിന്നെ ലാലേട്ടൻ ചോദിക്കുകയാണ്, ഏറ്റവും വലിയ സുഹൃത്തല്ലേ അടുത്ത് നിൽക്കുന്നത്, നമ്മുടെ ഷാനവാസിനാണ് കേട്ടോ, എന്നാൽ അയാളെയും കൂടെ അവിടെ ഇരുത്തിക്കോളൂ എന്ന് പറയുമ്പോൾ അനീഷേട്ടൻ സന്തോഷത്തോടെ നമ്മുടെ ഷാനവാസിക്കടെ കൈ പിടിച്ച് അടുത്തിരുത്തുന്നുണ്ട്. അതിനുശേഷം ഇനിയുള്ള 3 പേർ, അതായത് നമ്മുടെ ആദില, നെവീൻ, സാബുമാൻ, ഈ 3 പേരും അതിലൊരാൾ ഫിനാലെ വീക്കിൽ മത്സരിക്കാനാവാതെ ഔട്ടാകും എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പം അതിനുവേണ്ടി 3 പേർക്കും ബ്ലൈൻഡ് ഫോൾഡൊക്കെ ധരിച്ചിട്ട് ആദ്യം ആക്ടിവിറ്റി റൂമിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് മെയിൻ ഡോർ തുറന്നിട്ട് 3 പേരെയും പുറത്താക്കുകയാണ്. അതിൽ 2 പേരായിരിക്കും തിരിച്ചു വരുന്നത്. ആകാംക്ഷയോടെ വീട്ടുകാർ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ യാതൊരുവിധ കണ്ടൻറ്റും കൊടുക്കാതെ അവിടെ ഇത്രയും നാൾ പിടിച്ചു നിന്ന ലാസ്റ്റ് മൊമെൻറ്റിലൊന്ന് എക്സ്പോസ്ഡ് ആയപ്പം, അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് വീട്ടുകാരതൊന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അതൊട്ടുമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ തകർന്ന് അവിടെ കിടക്കുന്ന ഒരാളായിരുന്നു സാബുമാൻ അല്ലേ? അപ്പം സാബുമാനെ പോലെ ഒരാൾ ഫിനാലയിലോട്ടൊക്കെ വരാൻ മാത്രം യോഗ്യതയുണ്ടോ? അവിടെ ഒരു ഫുഡിന് വേണ്ടി മാത്രമാണ് സാബുമാൻ നിന്നത്. അറ്റ്ലീസ്റ്റ് നെവിൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, കോമഡി കൊടുക്കുന്നുണ്ടായിരുന്നു, എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. സാബുമാൻ എന്ന വ്യക്തി യാതൊരു വിധത്തിലുള്ള കണ്ടന്റും കൊടുക്കാതെ ഫുഡ് മാത്രം, പ്രോട്ടീൻ മാത്രം കഴിക്കാൻ വേണ്ടി നിന്നിട്ട് ഒരു നിമിഷം ഒന്ന് എക്സ്പോസ്ഡ് ആയപ്പം അതുപോലും സഹിക്കാൻ പറ്റാതെ, ഒന്ന് ആലോചിച്ച് നോക്കണം, അവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും എത്രമാത്രം അതിജീവിച്ചിട്ടുണ്ട്, ഓരോ രീതിയിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് അവരിവിടം വരെ എത്തിയത്. സാബുമാൻ വന്ന നാൾ തൊട്ട് ഇന്ന് വരെ ഒരു രീതിയിലും ഒരു പ്രശ്നത്തിലും ഇടപെടാതെ, യാതൊരു പ്രശ്നത്തിലും ഇൻവോൾവ് ആവാതെ അവസാന നിമിഷം മാത്രം ഒന്ന് എക്സ്പോസ്ഡ് ആയ വ്യക്തിയാണ്. സാബുമാനെ സംബന്ധിച്ച് അതുപോലും സാബുമാന് പറ്റുന്നില്ല. സാബുമാൻ തളർന്നു. ആ ഒരു ആഴ്ചയെ പോയി സാബുമാൻ്റെ. നാരദനാണെന്നൊക്കെ വിളിച്ച് കളിയാക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തീർന്നു സാബുമാൻ്റെ വെടി, ഗെയിമും തീർന്നു. അത്രയേ ഉള്ളൂ സാബുമാൻ. അപ്പം സാബുമാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കര ലൈക്കബിൾ ക്യാരക്ടറാണ്, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നൊക്കെയാണ്. പക്ഷേ എല്ലാവരും കൂടെ അത് എക്സ്പോസ് ചെയ്ത് പണി കൊടുത്തു. അപ്പോൾ സാബുമാൻ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നിൽക്കട്ടെ, അവർ ഡിസേർവിങ് ആണ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.